ഹേ ഗായ്സ്, അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. അമ്പൂട്ടൻ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. രാവിലെ ഭയങ്കര കളിയും ചിരിയും സന്തോഷമൊക്കെ ആയിരുന്നു. ഞാൻ അവനെ കളിപ്പിച്ചിട്ട് നമ്മളിപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. അപ്പം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇവിടെ രാത്രി പോയല്ലേ അന്ന് വന്ന് നേരെ പോയത് അടുക്കളയിൽ കുറേ ഫുഡിൻ്റെ എല്ലാം ഇവിടെ കിടപ്പുണ്ട്. എല്ലാം ഒന്ന് ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം നേരെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ നമ്മുടെ റോബോട്ട് കുട്ടികളുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്യണം. ഫുള്ള് അഴുക്കും പൊടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എനിക്കൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് പോകണം. അപ്പോൾ കുളിച്ച് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തല പോകുന്ന സമയം കിട്ടിയത് നല്ല ലേറ്റ് ആയിട്ടോ. അവിടെ അമ്മയും മൂന്ന് നല്ല ഉറക്കമായിരിക്കും മിക്കവാറും. മറ്റന്നാൾ ഇടാനുള്ള ഡ്രസ്സ് കൂടി എടുത്ത് നമ്മളതെ നേരെ ഹോസ്പിറ്റലിലായിട്ട് പോകാട്ടോ. വീട്ടിൽ വന്നപ്പോൾ എന്തോ ഒരു സന്തോഷം. ഫുൾ സന്തോഷമായിട്ടില്ല, എല്ലാവരും കൂടിയിട്ട് ഒന്നൊരു സന്തോഷമാകത്തുള്ളൂ. എന്നാലും വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒന്ന് അടിപൊളിയായപ്പം എന്ത് സന്തോഷം കേട്ടോ. അപ്പം നമ്മളിന്ന് അമ്പൂട്ടിന് കുറച്ച് ടോയ്സ്, കുറച്ച് ബലൂൺ, എന്തോ ഒരു ഹോസ്പിറ്റൽ ഫീല് അതൊന്ന് മാറ്റി നമുക്കൊരു റൂം പോലെ ആക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ നമ്മൾ കുറച്ച് ടോയ്സും കുറച്ച് ബലൂണൊക്കെ വാങ്ങി ഇന്ന് അമ്പൂട്ടനെ അങ്ങ് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചു. അവനും ഇപ്പം അറിയാം ഒരു ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ അവന് കുഞ്ഞുങ്ങൾക്ക് അറിയാം, ഉറപ്പായിട്ടും അറിയാം അവന്. കാരണം നേഴ്സുമാർ ആദ്യം കാണുമ്പോഴൊന്നും അവൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പം കുഴപ്പമില്ല. അങ്ങനെ സാധാരണ ഈ കുഞ്ഞുങ്ങൾ കയ്യിൽ വയ്ക്കുന്ന അതിന് എന്തോ ഒരു പേര് പറയും. ഈ സാധനമല്ലോ, അത് സാധാരണ പിള്ളേർ അടിച്ച് ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും അത് പോവാറുള്ളതാണ് പതിവ്. പക്ഷെ അപ്പോൾ അത് അനക്കത്തേ ഇല്ല. അവനറിയാം അവന് കയ്യിൽ എന്തോ സാധനം കുത്തിയിട്ടുണ്ടാവും. അതിങ്ങനെ തന്നെ നോക്കി വെച്ചോണ്ടിരിക്കും. കുറച്ച് മൂവിങ് ടോയ്സ് വാങ്ങും. അവൻ അകപ്പാടുള്ളൊരു കോഴിയാണ്. കോഴി തിരികെ വിടുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അത് അനക്കത്തെ 2 പുതിയ ടോയ്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. മൂവബിൾ ആയിട്ടുള്ള അനങ്ങുന്ന ടോയ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ഇങ്ങനെ അനങ്ങുന്നതും കുരയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ള ടോയ്സ് ആട്ടോ. ബലൂൺ വാങ്ങണം നമുക്ക്. ഇവിടെ ഇഷ്ടംപോലെ ഐറ്റം ഉണ്ട് കേട്ടോ. രസമുണ്ട് കേട്ടോ ആ സാധനങ്ങൾ. അത് എടുക്കാം അല്ലേ. അതിൻ്റെ റാബിറ്റൊക്കെ ഉണ്ട് കേട്ടോ. റാബിറ്റ്, പൂച്ച, കുറേ ഐറ്റം ഉണ്ട്. കുളിച്ച് അതാ വിശന്ന് പരിപ്പടമായിട്ടിരിക്കുമെന്നെങ്കിൽ മനസ്സിലായി വന്നപ്പോഴേ. ഞാൻ അതാ പറഞ്ഞ അപ്പോഴേ കഴിച്ചോളാം. ഇവർ എന്നെ കാത്തിരുന്ന് കഴിക്കാതെ നിങ്ങൾക്ക് ഞാൻ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരുന്നെന്ന് പറഞ്ഞത് കൊണ്ട് അതുകൊണ്ടിരുന്നു എല്ലടി മുതലേ നമുക്ക് വേണേ വിശപ്പിന് ചോറ് അമ്മ പറഞ്ഞ മിക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിട്ടാണ്. അമ്മ അത് ഞാൻ എന്റെ ഹസ്ബൻഡ് വരാൻ ഞാൻ ഒരു തുള്ളി ആഹാരം കുലസ്ത്രീ ഞാൻ അമ്മച്ചി കുലസ്ത്രീ നീണ്ട് നോക്കണേ. അറ്റം കുറെ കളിപ്പാട്ടൊക്കെ വാച്ചോട്ട് വന്നിട്ടുണ്ട്. പേഷ്യന്റിന്റെ ഇതുകൊണ്ട് ഞാൻ ചായയും കടിയും പേഷ്യന്റിന്റെ ഇല്ലേ തന്നോളൂ. പേഷ്യന്റിന്റെ കോംപ്ലിമെന്ററി ആണല്ലോ. ചിക്കൻ ബിരിയാണി പേഷ്യന്റിന് കഴിക്കാൻ കപ്പ, ചമ്മന്തി, ചോറ്. ഇത് പേഷ്യന്റിനാണോ? വീട്ടിൽ പോയി കുളിച്ച് നല്ലോണം ഒന്ന് കുളിച്ചടി. ഓരോ നേരം കുളിച്ച് ചൂടുള്ളതിലോ ഇവിടെ നല്ല ഉണ്ട്. പക്ഷേ ക്ലോറിൻ ആണല്ലേ ഇവിടുത്തെ ക്ലോറിനാണ്. പപ്പടം മതി പുള്ളിക്കാരൻ. ഞാൻ ഒരിച്ചിരി പപ്പടം കൊടുക്കും, പിന്നെ ചോറ് കൊടുക്കും. വീട്ടിൽ കയറിയപ്പോ ഞങ്ങളെ മിസ് ചെയ്താ ആരുമില്ല അതല്ലേ. അമ്പുട മുത്ത അമ്പൂട്ട അമ്പുട മുത്ത അമ്പൂട്ട. ഓ ഇതാകുമ്പോ ഓതി വാഴക്കണ്ടല്ലേ. വീട്ടിലാണെങ്കിൽ അവന് ഈ കളിപ്പാട്ടങ്ങൾ നമ്മൾ തറയിൽ വെച്ചിട്ട് തറയിൽ വിട്ടേക്കും അവന്. അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ ഒരുമാതിരിയായിരുന്നു. കുഞ്ഞിന് കളിക്കൊന്നുമില്ല. ഇന്നലെ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ പിന്നെ നമ്മളെ മാനസികാവസ്ഥ അത്ര ശരിയല്ല. അത് സെറ്ററേ. പക്ഷെ അമ്പൂട്ടൻ എന്തോ നിർബന്ധം ഗൈസ്, അവൻ കരയുവോ. ഗായ്സ് നമ്മള് ബലൂണൊക്കെ കെട്ടി. ആ സൈഡ് കെട്ടിയില്ല, കാരണം അവിടെ എപ്പോഴും മരുന്നൊക്കെ കുത്താൻ വരുന്നതുകൊണ്ട് അവിടെ ഒരു ബുദ്ധിമുട്ടാണ്. സുഹൃത്തുക്കളെ
പക്ഷെ ഇത് പൊട്ടിക്കഴിഞ്ഞ ഇവിടെ മൊത്തോ ആവും. ഞാൻ അൺബോക്സ് ചെയ്യും. ഞങ്ങള് ബോറടിച്ചിരിക്കുവായിരുന്നു ഇന്ന്. തീർന്നില്ലേ? എനിക്ക് വയ്യ. കളിപ്പാട്ടങ്ങൾ കുറവാടി. അയ്യോ എവിടെ കേടുവാ? അതിലെ തെർമോമീറ്റർ കൊണ്ടുപോവാ. ഞങ്ങളെ നേരത്തെ കൊണ്ടുവന്നപ്പോ ഇച്ചിരി ഉറക്കം മൂടായതുകൊണ്ട് അത്ര വലുതായിട്ട് കളിച്ചില്ലേ. ഇപ്പൊ ഞങ്ങൾ ഉറങ്ങിയൊക്കെ തെളിഞ്ഞ് എന്താ ഇപ്പൊ ചോദിച്ചില്ലേ? പപ്പി പപ്പി എന്താ ചോദിച്ചില്ലേ? ഇത് വേറെന്തൊക്കെയോ ടൈപ്പ് മൂവ്മെന്റുകളല്ലേ ഇത്? നല്ല ഉറങ്ങി. 2-3 മണിക്കൂർ കഞ്ഞി രാത്രി കഞ്ഞി 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 പയർ കഞ്ഞി ചോറ് പോലെ തിന്നുന്നുണ്ടോ ഗൈസ്? മൃദുല ഇന്ന് പറയണേ ഏട്ടാ ഞാൻ ഇവിടെ വന്നതിന് സത്യം പറയാനേ ഭയങ്കരമായിട്ട് റിലാക്സ് ആയിരുന്നു. കമന്റ് കണ്ടായിരുന്ന നമ്മളെ ഷോർട്സ് ഒക്കെ ഇട്ടപ്പോഴേ പല്ല് വരുമ്പോഴും പനി വരുമെന്ന്. പല്ല് വരുന്നതിന് പക്ഷെ ഇത് അതിന്റെ പനിയല്ല. ഉപ്പില്ലല്ലേ? ഞാൻ കുഞ്ഞിനായതുകൊണ്ട് ഉപ്പിടാതെ എന്ത് ബോറല്ലേ കുടിക്കാൻ. അതുകൊണ്ട് നിന്റെ മോൻ കുടിച്ചില്ല, ഇച്ചിരി കുടിച്ചോളൂ. എന്താ നാണിച്ചോടി ചിരിയൊക്കെ ചിരിക്കുന്നേ? എവിടെയാണ് 2-3 ആഴ്ച ഞങ്ങളെ മിച്ചിട്ടല്ലോ. അറിഞ്ഞിട്ട് തൃപ്പുഴയിടും പക്ഷെ അത് കുത്തുമാകാൻ തോന്നില്ല. കഞ്ഞി കഴിച്ചില്ല. ഞാൻ പട്ടിക്കുട്ടി എടുക്കട്ടെ? നിന്റെ പട്ടിക്കുട്ടി എടുക്കട്ടെ? എന്തിനാ തള്ളിയിട്ടത്? എന്തിനാ തള്ളിയിട്ടത്? ചിരിച്ചു മയക്കല്ലേ? അട്ടിയുള്ളൂ നിനക്ക്. മൃദുല ഇപ്പഴേ ഏറായത്. ഇപ്പഴാ ശരിക്കും നേരിലായത്. ഞങ്ങൾക്ക് പാല് വേണം. എന്നെ കുത്താൻ പോകാൻ പോകും. ഇപ്പൊ വിളിക്കും. ഉറങ്ങിയതുകൊണ്ട് അറിഞ്ഞില്ല. എന്നെ കുത്താൻ പോവാൻ പോ. നീ ചീച്ചു കൊടുക്കല്ലേ? നിന്നെ കുത്താൻ പോവാ. കാണിച്ചു തരണേ. ടിഷ്ക 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 കിട കിട കിട. കാണാത്ത പോലെ ഇരിക്കുക. അമ്പു നടക്കും. കിട കിട കിട. അതിങ്ങനെ ചെറിയ അത് വേറെ ഇന്നലെ ഉറക്കത്തിലല്ലേ ചെയ്തേ? അനങ്ങാതിരിക്കുന്നടി.
അതാ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പൊക്കോളാനാണോ? വെറുതെ വിടത്തില്ലെന്ന് മനസ്സിലായി. ഇത് കണ്ട കരയിൽ വരുന്നില്ല. അതിന് മാസ്ക് കൂടി ഇട്ടാലേ പേടിയാവുന്നത്. മാസ്ക് ഇടാതെ പിന്നത്തെ ആന്റിബയോട്ടിക്കും സെറ്റായി. ഇത് 1 മണിക്കൂറാണ് ഇന്നലത്തെ പോലെ. പതിയെ മതി. ക്യാനിൽ എന്തായാലും 2 ദിവസം നിന്നില്ലേ? സാധാരണ ഇത്ര നിക്കത്തില്ലല്ലേ? അതെന്നുവെച്ചാല് കുഞ്ഞു പിള്ളേർ എപ്പോഴും കൈയൊക്കെ ഇട്ട് അടിക്കുകയൊക്കെ ചെയ്യുമ്പോ പോവും. നമ്മള് സ്പ്രിന്റ് ഒക്കെ വെച്ച് നല്ല ഇതായിട്ട് സെക്യൂർ ആയിട്ടാ വെച്ചേക്കുന്നേ. നമ്മള് ശ്രദ്ധിക്കണം. ഇതിങ്ങനെ തൂങ്ങിയെടുത്തപ്പോ അതിങ്ങനെ ഇത് പിടിച്ച് വലിച്ചായിരുന്നല്ലേ? ഇതുപോലൊരു അനുസരണയുള്ള കുഞ്ഞിനെ എവിടെ കിടക്കുന്നമ്മ. പിള്ളേരെ ചിലപ്പോ ഇങ്ങനെ മാസ്ക് ഇടുന്ന വിധേയങ്ങൾ കരയോ കാണുമ്പോ തന്നെ? പറഞ്ഞു കുഞ്ഞിനെ ഇപ്പൊ കരയാണ്. ഇല്ലമ്മ പോലും ചുമ്മാ നമുക്ക് വണ്ടി അമ്മയെ കണ്ടിട്ടാണ്. കുറെ നേരം ഒരു കുഴപ്പമില്ല. വണ്ടി കിട്ടണ്ടേ. ലവ് യു ആൻഡ് ബൈ ഗൈസ്. അപ്പോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഔട്ട്ഡോർ പടയും. അപ്പോ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള വരെ ബൈ.